ചെമ്പനീർ പൂവിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹിമ വർഷയ്ക്കും ശ്രീകാന്തിനുമായിട്ട് പുതിയൊരു റെസ്റ്റോറൻറ്റ് ഓപ്പണാക്കി കൊടുക്കുന്നതിനെ പറ്റി പറയുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എൻ്റെ അനിയന് നിങ്ങൾ റെസ്റ്റോറൻറ്റ് ഓപ്പണാക്കി കൊടുക്കാമെന്നോ? അത് കൊള്ളാലോ. എൻ്റെ അനിയനെ അച്ഛനും അമ്മയും വളർത്തി പഠിപ്പിച്ച് ഇത്രയും വലിയ നിലയിലാക്കിയിരുന്നില്ലെങ്കിൽ നിങ്ങളുടെ മകളെ എൻ്റെ അനിയൻ കിട്ടുമായിരുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോൾ മഹിമ പറയുന്നുണ്ട്, അതിന് ഞാൻ നിങ്ങളോട് സംസാരിച്ചില്ല, ഞാൻ ചന്ദ്രമതിയോടാണ് സംസാരിക്കുന്നത്. ചന്ദ്രമതി, ഞാൻ ശ്രീകാന്തിന് പുതിയൊരു റെസ്റ്റോറൻറ്റ് ഓപ്പണാക്കി കൊടുക്കാം. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ടേ. വർഷയും ശ്രീകാന്തും കൂടി റെസ്റ്റോറൻറ്റ് നടത്തട്ടെ, അതിലൊരു തെറ്റുമില്ല. എവിടെയെങ്കിലും പോയിട്ട് സെർവ് ജോലിയൊന്നും ചെയ്യണ്ട. അപ്പോൾ സച്ചി പറയുകയാണ്, അച്ഛാ ഇവരുടെ പ്ലാന് മനസ്സിലായോ? ശ്രീകാന്തിന് പുതിയ റെസ്റ്റോറൻറ്റൊക്കെ വെച്ച് കൊടുത്ത് അവരെ അവരുടെ പക്ഷത്ത് ആക്കാനാണ് ഇവർ നോക്കുന്നത്. അതിലെ പ്ലാനെന്ന് സച്ചി മഹിമയോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താ ചന്ദ്രമതി ഇവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഓഹോ എന്നാൽ ഞാൻ വേറെ പോലെ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് രേവതിനെ സച്ചി പിടിച്ചു മാറ്റുകയാണ്. അച്ഛാ ഇവർ നമ്മുടെ ശ്രീകാന്തിന് ചെക്കൊക്കെ കൊടുത്ത് പുതിയ റെസ്റ്റോറൻറ്റൊക്കെ കൊടുത്ത് ഇവരുടെ പക്ഷത്തോട്ട് ആക്കാൻ വേണ്ടി നോക്കിയാണ് അച്ഛാ. അങ്ങനെയൊക്കെ പറയുന്നത് വേറെ ഒരു ട്യൂണിലാണ്, നല്ല സിനിമ സ്റ്റൈൽ ട്യൂണിലാണ് സച്ചി പറയുന്നത്. നല്ല സിനിമ സ്റ്റൈൽ മോഡലിൽ നിന്നുകൊണ്ടാണ് സച്ചി ഇതെല്ലാം അവരോട് പറയുന്നത്. തുടർന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്, സച്ചിയോടൊന്നും മിണ്ടാതിരിക്കാൻ വേണ്ടി പറ. മഹിമ നമ്മുടെ ശ്രീകാന്തിനെ നല്ലതിനു വേണ്ടിയല്ലേ പറയുന്നത്. ഞാൻ ശ്രീകാന്തിനോടും വർഷയോടും സംസാരിക്കാമെന്ന് ചന്ദ്രമതി മഹിമയോട് പറയുമ്പോൾ രവി പറയുകയാണ്, അത് അവരെടുക്കേണ്ട തീരുമാനമാണെന്ന്. തുടർന്ന് മഹിമ പറയുന്നുണ്ട്, അവർ ചെറിയ പിള്ളേരല്ലേ, അവർക്ക് എന്തറിയാം, അത് കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് നമ്മളല്ലേ. നിങ്ങളുടെ വീട്ടിലെ മരുമകൾ നിങ്ങൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി സെർവ് ചെയ്യുന്നത് നിങ്ങൾക്കതൊരു കുഴപ്പമൊന്നുമായിട്ട് തോന്നുന്നുണ്ടാവില്ല. പക്ഷേ എനിക്ക് അങ്ങനെയല്ല, അത് ഞങ്ങൾക്ക് അഭിമാനക്കുറവാണ്. ഇതൊക്കെ പറഞ്ഞ് മഹിമ അവിടെ നിന്ന് പോവുകയാട്ടോ. അത് കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ നമ്മുടെ ചന്ദ്രനെ മഹിമ വിളിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ശ്രീകാന്തിനോടും വർഷയോടും നിങ്ങൾ സംസാരിച്ചോ എന്ന് ചന്ദ്രമതിയോട് മഹിമ ചോദിക്കുവാണേ. ഇല്ല, എൻ്റെ മകനോട് അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല എന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്. എന്താ അതിനെക്കുറിച്ച് സംസാരിക്കാത്തതെന്ന് മഹിമ ചോദിക്കുമ്പോൾ അവരിപ്പോൾ വന്നതല്ലേ ഉള്ളൂ, അവർ വന്ന പാടെ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ വന്നതല്ലേ ഉള്ളൂ, ടയേർഡാണ്, അത് ഇതെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളുടെ മകള് തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചോളാം മഹിമേ. എന്തായാലും പെട്ടെന്ന് തന്നെ സംസാരിക്കണം. എൻ്റെ മകള് സെർവർ ജോലി ചെയ്യുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഡബ്ബിംഗ് ജോലിക്ക് പോകുന്നത് തന്നെ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. പക്ഷേ അവളുടെ ഇഷ്ടമല്ലേന്ന് വിചാരിച്ചാണ് ഞങ്ങൾ അതിന് വിട്ടത്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സ്റ്റാറ്റസിന് ഇതൊന്നും ചേർന്ന കാര്യമല്ല. പക്ഷേ അവളായിട്ട് തന്നെ അവളുടെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു. ഞങ്ങളായിട്ടാണ് ഒരു പയ്യനെ കണ്ടെത്തിയതെങ്കിൽ ഉറപ്പായിട്ടും വലിയ വീട്ടിലെ പയ്യനെ തന്നെ കണ്ടെത്തുമായിരുന്നു എന്ന് മഹിമ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം. എന്തായാലും എൻ്റെ മകനും ഒരു ദിവസം വലിയ ആളായിട്ട് വരും. ഇല്ല ചന്ദ്ര, ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല. അവരുടെ രണ്ടുപേരുടെയും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. എനിക്കും അവരുടെ മേൽ കരുതലൊക്കെയുണ്ട്. വർഷം ഇങ്ങനെ ജോലിക്ക് പോകുന്നത് എനിക്കും താല്പര്യമുള്ള കാര്യം. എന്തായാലും ഞാൻ അവരോട് പോയി സംസാരിക്കാം, സംസാരിച്ചതിന് ശേഷം വിളിക്കാമെന്ന് പറഞ്ഞ് ചന്ദ്രമതി ഫോൺ വയ്ക്കുകയാണ്. ഫോൺ വെച്ചതിന് ശേഷം ചന്ദ്രമതി ഇങ്ങനെ ചിന്തിക്കുകയാണ്, അവരുടെ അടുത്ത് പറയണോ അതോ രവീന്ദ്രൻ്റെ അടുത്ത് പറയണോ എന്നുള്ള കാര്യം. രവീന്ദ്രൻ പറയുകയാണെങ്കിൽ അവരത് കേൾക്കും. എന്നിട്ട് ചന്ദ്രമതി രവീന്ദ്രൻ്റെ അടുത്തോട്ടാണ് നേരെ ചെല്ലുന്നത്. നിങ്ങൾ ശ്രീകാന്തിൻ്റെ അടുത്തൊന്ന് സംസാരിക്കുമെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ ഞാനെന്താ അവൻ്റെ അടുത്ത് മിണ്ടാതിരിക്കുകയാണെന്ന് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അതല്ല, മഹിമ ഇപ്പോൾ വന്നിട്ട് പറഞ്ഞിട്ട് പോയ കാര്യം നിങ്ങൾ കേട്ടതല്ലേ. അവൾ പറഞ്ഞിട്ട് പോയി എന്നല്ല, അവൾ ചീത്ത വിളിച്ചിട്ട് പോയിന്ന് പറ എന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട്. അതെന്തോ ആകട്ടെ, നമ്മുടെ ശ്രീകാന്തിന് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന കാര്യം അവരിവിടെ വന്ന് പറഞ്ഞില്ലേ. ഇതാ ഇപ്പോഴും ഫോൺ വിളിച്ചും അതുതന്നെയാണ് അവർ പറഞ്ഞത്. നിങ്ങൾ ശ്രീകാന്തിൻ്റെ അടുത്തൊന്നും സംസാരിക്കുമോ എന്ന് ചന്ദ്രമതി രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ടേ. എന്ത് സംസാരിക്കണമെന്നാണ് നീ പറയുന്നത്? ഇങ്ങനെ രവി ചോദിക്കുമ്പോൾ മഹിമ തരുന്ന പണം കൊണ്ട് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആക്കാൻ വേണ്ടി അവരോട് പറ. എന്താ നീ സ്ത്രീധനം മേടിക്കുകയാണോ എന്ന് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ടേ. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഇതെങ്ങനെയാണ് സ്ത്രീധനാകുന്നത്? അവരുടെ മരുമകന് അവരൊരു റെസ്റ്റോറൻറ്റ് വെച്ച് കൊടുക്കുന്നു.
ഇതെങ്ങനെയാണ് സ്ത്രീധനമാകുന്നത്? നമ്മുടെ മകൻ്റെ ജീവിതം നന്നായിട്ടിരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ പറയുന്നത്. അവനും മുന്നേറണ്ടേന്ന് ചന്ദ്രമതി പറയുമ്പോൾ അവന് ആവശ്യത്തിനുള്ള പഠിപ്പും വിദ്യാഭ്യാസവും വിശ്വാസവും കൊടുത്തിട്ടുണ്ട്. ഇനി അവൻ അത് വെച്ച് മുന്നേറിക്കൊള്ളുമെന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇപ്പോഴത്തെ കാലത്ത് ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആക്കുക എന്നുള്ള കാര്യം അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്തോരം പണം വേണ്ടിവരും, എത്ര പണം വേണമെങ്കിലും അവർ ചെലവാക്കിക്കൊള്ളാമെന്ന് പറയുന്നുണ്ട്. പിന്നെ പണം വാങ്ങിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? നിങ്ങൾ ശ്രീകാന്തിനോടൊന്ന് സംസാരിക്കണം. നിങ്ങൾ പറഞ്ഞാൽ ശ്രീകാന്ത് കേൾക്കും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അവർ കേൾക്കുന്നതെന്നുള്ള കാര്യം നിനക്കറിയോ? ഞാൻ പറയുന്നത് നല്ല കാര്യങ്ങളാണെന്നുള്ളൊരു വിശ്വാസമുണ്ട് അവർക്ക്. അവർക്ക് എന്താണോ സന്തോഷം അത് മാത്രമാണ് ഞാൻ അവരോട് ചെയ്യാൻ പറയുക. അതുകൊണ്ടാണ് അവരെനിക്ക് ഇപ്പോഴും മര്യാദ തരുന്നതും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ പറയുന്നതെന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്. ഇങ്ങോട്ട് നോക്ക് ചന്ദ്രേ, ഇത് ശ്രീകാന്ത് എടുക്കേണ്ട തീരുമാനമാണ്. അവന് ഇഷ്ടമുണ്ടെങ്കിൽ അവൻ ചെയ്യട്ടെ. പക്ഷേ ഞാൻ ഒരിക്കലും അവൻ്റെ അടുത്ത് ചെന്നിട്ട് നിൻ്റെ അമ്മായിപ്പേൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ ഒരിക്കലും ഞാൻ പറയില്ല. അല്ലെങ്കിലേ മധുസൂദൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മകനെ അവരുടെ മകളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് പണത്തിനു വേണ്ടിയാണെന്നുള്ള കാര്യം. ഇനി ഇതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം ശരിയായി വരികയും ചെയ്യും. ഇത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അവർക്ക് ആകെ ഒരു മകളേ ഇല്ലേ ഉള്ളൂ. അവരുടെ മകള് നന്നായിട്ട് ജീവിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് അവരിതെല്ലാം ചെയ്യുന്നത്. അത് തെറ്റായിട്ടുള്ള കാര്യമാണോ? ഇതിന് തീരുമാനമെടുക്കേണ്ടയാൾ ഞാനല്ല. ഈ കാര്യത്തിൽ വർഷയും ശ്രീകാന്തുമാണ് തീരുമാനമെടുക്കേണ്ടത്. അവർക്ക് എന്താണോ സന്തോഷം അതവർ ചെയ്യട്ടെ. ശ്രീകാന്തിനെ എനിക്കറിയാം. അവൻ എന്നെപ്പോലെയാണ്. അവൻ മറ്റുള്ളവരുടെ കാശ് ഒരിക്കലും ആഗ്രഹിക്കില്ല. അവന് നല്ല വിദ്യാഭ്യാസമുണ്ട്. അവൻ എന്തായാലും മുന്നേറി വരും. രവീന്ദ്രൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, നിങ്ങൾ ഞാൻ പറയുന്ന കാര്യമൊന്നും ചെയ്യേ. ആദ്യം ഞാൻ പറയുന്നത് നീ കേൾക്ക്. നീ അവരുടെ വിഷയത്തിൽ തലയിടരുത്. അവരുടെ ജീവിതം അവർക്ക് നോക്കാനറിയാം. നീ ഇതോടുകൂടി വിട്ടേക്ക്. ചന്ദ്രേ, ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സ്വത്തുകൊണ്ട് സ്വന്തം മക്കളെ നന്നാക്കാനോ ഒരു സംരംഭം തുടങ്ങാനോ ചിന്തിക്കുന്നത് വലിയ തെറ്റാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രവി അവിടുന്ന് പോവുകയാണ്. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവർ വലിയൊരു മനുഷ്യൻ, സ്വയം നന്നാകുകയില്ല, മറ്റുള്ളവരെ നന്നാക്കുകയില്ല. അത് കഴിഞ്ഞിട്ട് ചന്ദ്രമതി പുറത്തിറങ്ങിയിട്ട് ശ്രീകാന്തിനെയും വർഷയും വിളിക്കുകയാണ് കേട്ടോ. അവിടെ സച്ചിയും രേവതിയും കൂടിയുണ്ട്. എനിക്ക് നിങ്ങളോട് അടുത്ത് ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞാണ് ചന്ദ്രമതി തുടങ്ങുന്നത്. എന്താണെന്ന് അമ്മ പറയാന്ന് പറഞ്ഞ് വർഷ പറയുമ്പോൾ, വർഷേ, നിൻ്റെ അമ്മ ഇവിടെ വന്നിരുന്നു. നിൻ്റെ അമ്മ നീ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുന്ന കാര്യം കണ്ടു. ഓ, അത് കണ്ടിട്ട് ഇവിടെ അടിയുണ്ടാക്കാൻ വന്നതാണോ എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. അവരെന്തിനാ അടിയുണ്ടാക്കാൻ ഇവിടെ വരുന്നത്? അവരുടെ കഷ്ടപ്പാടിനെ കുറിച്ച് അവർ പറയാൻ വേണ്ടി വന്നു. അപ്പോഴേക്കും സച്ചി അവിടെ പറയുന്നുണ്ട്, എടാ, സാധാരണയായിട്ടല്ലടാ വന്നത്, നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറ്റാൻ വേണ്ടി വലിയ ചെക്കുമായിട്ടാടാ വന്നത്. എന്താ സച്ചിയേട്ടാ പറഞ്ഞതെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ ചന്ദ്രമതി, ചെക്കിൻ്റെ കാര്യം മറച്ചു വെക്കണം എന്നുള്ള രീതിയിൽ ഞാൻ നിന്നോട് സംസാരിക്കുന്നത് കേട്ടില്ലടാ, അത് കഴിഞ്ഞിട്ട് നീ പറ എന്ന് പറയുകയാണേ. അമ്മ നിൽക്ക്, സച്ചിയേട്ടൻ പറ എന്താ കാര്യമെന്ന്. ചെക്കായിട്ടാണ് അവർ വന്നത്? അതേടാ, ചെക്കായിട്ടാണ് വന്നത്. നമ്മുടെ വർഷ റെസ്റ്റോറൻറ്റിൽ ജോലിക്ക് പോകുന്നത് അവർ കണ്ടു. അതുകൊണ്ട് നമ്മുടെ ഇവിടെ കുടുംബത്തിൽ ഒരുപാട് വിഷമമാണെന്നാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എത്ര പണം വേണമെങ്കിലും നിങ്ങൾ എടുത്തോന്നും പറഞ്ഞ് ബ്ലാങ്ക് ചെക്കുമായിട്ടാണ് അവർ വന്നത്. അത് അച്ഛൻ്റെ നേരെ അവർ കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ബ്ലാക്ക് ചെക്ക് എന്ന് പറയുന്ന സമയത്ത് സ്തുതി പറയുന്നുണ്ട്, എടാ, ബ്ലാക്ക് ചെക്കല്ല, ബ്ലാങ്ക് ചെക്ക്. അപ്പോൾ ശ്രീകാന്ത് വർഷയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, അവരെന്താ കളിക്കുവാണോ? റെസ്റ്റോറൻറ്റിൽ നിന്ന് അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടല്ലേ അവരെ വിട്ടത്? നമ്മുടെ കഷ്ടപ്പാടൊക്കെ തീർക്കാനാണ് വർഷ ജോലിക്ക് പോകുന്നതെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ എത്ര പൈസ വേണമെങ്കിലും എഴുതിയെടുത്തോന്നും പറഞ്ഞ് ഒരു ബ്ലാങ്ക് ചെക്ക് അവർ അച്ഛൻ്റെ നേരെ നീട്ടുകയും ചെയ്തു. അല്ല, നിൻ്റെ അമ്മയ്ക്ക് ശരിക്കും എന്താ പ്രശ്നം? അവരെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇത് കേൾക്കുമ്പോൾ വർഷ, ശ്രീകാന്തെ, എനിക്കെങ്ങനെ അറിയാം? ഞാൻ ശ്രീകാന്തിൻ്റെ കൂടെയല്ലേ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയിൽ ചന്ദ്ര പറയുന്നുണ്ട്, ശ്രീകാന്തെ, അവരുടെ മകളെ തെറ്റിദ്ധരിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞു. അത് സ്വന്തം മകളെ ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിൽ കണ്ടപ്പോൾ അതിൻ്റെ ടെൻഷൻ്റെ പുറത്താണ് അവരങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് കരുതി ചെക്ക് കൊണ്ടു തരുമോ? എന്തിനാ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്? എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാകില്ല. അങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ശ്രീകാന്ത്. അവർ സ്വന്തം മോളോടുള്ള സ്നേഹത്തിൻ്റെ പുറത്താണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പോൾ ആ ചെക്കിൻ്റെ ഉള്ളിൽ 50 കോടി എഴുതിയിട്ട് അവരോട് ചോദിക്കാൻ പറ്റുമോയെന്ന് സച്ചി ചോദിക്കുകയാണേ. ഇവിടെ ആരും പണമൊന്നും ചോദിച്ച് അങ്ങോട്ട് ചെന്നിട്ടില്ല. എത്ര പണം ചോദിച്ചാലും ഇവർ എഴുതി തരുമോയെന്ന് ചോദിച്ച് ദേഷ്യത്തോടെ ശ്രീകാന്ത് ആ ചെക്ക് വലിച്ചു കീറുകയാണേ.
അപ്പോഴാണെങ്കിൽ ശ്രുതിയാണെങ്കിൽ എല്ലാവരെയും എരിപിരി കയറ്റാൻ വേണ്ടിയിട്ട് വർഷയുടെ അമ്മ നന്നായിട്ട് ചീത്ത വിളിച്ച കാര്യം അവിടെ പറയുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എൻ്റെ അച്ഛനെ ആര് ചീത്ത വിളിച്ചാലും ഞാൻ ക്ഷമിക്കില്ല എന്ന്. സച്ചിയേട്ടൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല, ഞാനായിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ അവർക്ക് ചെയ്തേനെ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് അങ്ങനെ പറയുകയാണ്. ഇങ്ങനെ പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, നീ സച്ചിയുടെ കൂടി ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. കാരണം വർഷയുടെ അമ്മ അവളുടെ നല്ലതിനു വേണ്ടിയാണ് അവർക്ക് അങ്ങനെയൊക്കെ ചെയ്തത്. വർഷ ഹോട്ടലിൽ ജോലി ചെയ്യുന്നതൊന്നും അവർക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവരെന്തിനാണ് അതിനകത്ത് ടെൻഷനാകുന്നത്? ഞാൻ അതൊക്കെ അവരോട് ക്ലിയർ ആയിട്ട് പറഞ്ഞതാണല്ലോ എന്ന് വർഷ പറയുന്നുണ്ടേ. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, വർഷേ, ഏതമ്മയ്ക്കാണ് ഇങ്ങനെ സ്വന്തം മകൾ ജോലി ചെയ്യുന്നത് ഇഷ്ടപ്പെടുക? ശ്രീകാന്തെ, നിന്നെ ഇപ്പോൾ വർഷയുടെ അമ്മ വിളിച്ചായിരുന്നു. സ്വന്തമായിട്ട് നിങ്ങൾക്കൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിത്തരാമെന്ന് വർഷയുടെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ വേണ്ടാന്നുള്ള കാര്യം ഓൾറെഡി ഞാൻ അവരോട് പറഞ്ഞതാണല്ലോ എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്താടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചന്ദ്രമതി ചോദിക്കുകയാണ്. എനിക്ക് അവരുടെ പണം വേണ്ട അമ്മേ, ഞാൻ എൻ്റെ സ്വന്തം പണത്തിൽ ആരംഭിച്ചോളാം, ഞാൻ എൻ്റെ സ്വന്തം കാര്യത്തിൽ മുന്നേറിക്കോളാം, അങ്ങനെ ശ്രീകാന്ത് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സച്ചി പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞു കൊടുക്കടാ, നീ ആടെ എൻ്റെ അനിയൻ എന്നൊക്കെ സച്ചി പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്ര സച്ചിയോട് പറയുന്നുണ്ട്, എടാ വായ് മൂടടാ, നീ അവൻ ഒരിക്കലും നന്നാകില്ലെന്ന് വിചാരിച്ചിട്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചന്ദ്രമതി പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, അമ്മേ, എന്നെക്കാട്ടിലും ഏറ്റവും നന്നായിട്ട് ഞാൻ മുന്നേറണം വളരണം എന്നുള്ള ഏറ്റവും കൂടുതൽ ആഗ്രഹം എൻ്റെ സച്ചിയേട്ടനാണ്. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതിയുടെ വായ അടഞ്ഞു പോകുന്നുണ്ട്. ചന്ദ്രമതി പിന്നെ ഒന്നും മിണ്ടുന്നില്ല. തുടർന്ന് ചന്ദ്രമതി ശ്രീകാന്തിനെയും വർഷയും കൊണ്ട് എങ്ങനെയെങ്കിലും റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആക്കാനുള്ള പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എടാ, നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാണ് അവരിങ്ങനെയൊക്കെ പറഞ്ഞത്. നിങ്ങൾ നന്നായി കാണാനല്ലേ അവരും ഞങ്ങളും എല്ലാം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നൊക്കെ ചന്ദ്രമതി ശ്രീകാന്തിനോട് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ വർഷയ്ക്കും അത് ശരിയായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ വർഷ ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, അല്ല ശ്രീകാന്തേ, നമുക്കൊരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആക്കിയാൽ എന്താ? നീ നല്ല ബിസിനസ്സൊക്കെ പഠിച്ച ആളല്ലേ, അപ്പോൾ നമുക്കതിൽ നന്നായി മുന്നേറാൻ പറ്റും. ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്തിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എന്താ നിൻ്റെ അച്ഛൻ കൊണ്ട് തരുന്ന പൈസയും കൊണ്ട് വേണോ ഞാൻ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ? അതല്ല ശ്രീകാന്തേ, എൻ്റെ അച്ഛൻ തരുന്നത് എനിക്ക് വേണ്ടി തന്നെയല്ലേ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തുടങ്ങുന്നത് കൊണ്ട് എന്താ കുഴപ്പം? അവരുടെ കാലശേഷം ആ സ്വത്ത് മൊത്തം എനിക്ക് തന്നെ ഉള്ളതല്ലേ. അവരുടെ കാലശേഷം നിനക്ക്, പക്ഷേ എനിക്കുള്ളതല്ല എന്ന് ശ്രീകാന്ത് അങ്ങനെ ദേഷ്യത്തോടെ പറയുകയാണ്. നിൻ്റെ അച്ഛൻ്റെ ഒരു പൈസയും എനിക്ക് വേണ്ട. നിൻ്റെ അച്ഛന് പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം? മറ്റുള്ളവരെ എങ്ങനെ ബഹുമാനിക്കേണ്ടതെന്ന് നിൻ്റെ അച്ഛൻ അറിയില്ല. എനിക്കതുകൊണ്ട് നിൻ്റെ അച്ഛൻ്റെ പൈസയും കൊണ്ട് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നുണ്ടെന്നൊക്കെ ശ്രീകാന്ത് പറയുമ്പോൾ ശ്രീകാന്തിനോട് വർഷ പറയുന്നുണ്ട്, നിനക്ക് ഭയങ്കര ഈഗോയും കോംപ്ലക്സുമാണ് ശ്രീകാന്തേ. അതുകൊണ്ടാണ് നീ ഈ പൈസയൊന്നും വാങ്ങാൻ ഇഷ്ടപ്പെടാത്തത്. എനിക്ക് നിൻ്റെ അച്ഛൻ്റെ പൈസയുടെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ചെക്കൊക്കെ എടുത്ത് കൊടുക്കുകയാണ് വർഷയ്ക്ക്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇനി ജീവിതകാലം മൊത്തം മിഡിൽ ക്ലാസ് ആയി ജീവിച്ചാലും ഞാൻ ഒരിക്കലും നിൻ്റെ അച്ഛൻ്റെ പണം ആഗ്രഹിക്കുന്നുമില്ല, അതെനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് അവിടുന്ന് പോവുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. സച്ചിക്കാണെങ്കിൽ സ്വന്തം അനിയനെ കുറിച്ചിട്ട് നല്ല അഭിമാനവും സന്തോഷവും തോന്നിയാണ്. ശ്രുതിക്കാണെങ്കിലോ പുതിയൊരു ബിസിനസ്സൊന്നും അവർ നടത്താൻ പോകുന്നില്ല എന്നുള്ള ആശ്വാസത്തിൽ നിൽക്കുകയാണ് ശ്രുതിയും.